അയ്യോ എന്റെ ദൈവമേ, നീ കണ്ട ഒരു അമ്മൂമ്മനെ കാണിക്കണത്? ഓ ഞാൻ കണ്ടേ ചേച്ചി, ഇപ്പൊ ഫോണിൽ അതല്ലേ ഉള്ളു. തലയ്ക്ക് സുഖമില്ലേ? അവളെന്തൊരു ദുഷ്ടയാണല്ലേ. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്കറിയാമല്ലേ, സ്വത്തടിച്ച് മാറ്റാനെങ്ങാനാന്ന് തോന്നുന്നു. എന്താണ് ചോദിച്ചാ പോരെ കൊടുക്കൂലേ? മനുഷ്യനെ കൊല്ലാക്കൊല്ലിട്ട് കണ്ട ചേച്ചി. ഞാൻ അറിഞ്ഞില്ലടി, അമ്മായി എന്നെ വിളിച്ചിട്ടുണ്ടായി. അമ്മായി വിളിച്ചിട്ടുണ്ട്. അമ്മായിയുടെ ഒക്കെ അവിടെ കൊല്ലത്തൊരു ബന്ധുക്കാരില്ലേ, അവരുടെ വീടിന്റെ അടുത്തുള്ളതാ ഇത്. അവർക്കറിയോ? ആ, ഇവിടെ രണ്ടാമത് കല്യാണം കഴിച്ചതാന്ന്. അതൊക്കെ ഉണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ അമ്മായി പറഞ്ഞു സ്ഥിരമുള്ള പരിപാടിയാന്ന്, എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുമെന്ന്. ഇതിപ്പോ അപ്പുറത്തെങ്ങാണ്ടുള്ള ഒരു ചേട്ടൻ എടുത്തതാ. ടീച്ചറാന്ന് ചേച്ചി. ടീച്ചർ വലിച്ച് കാലെ പിടിച്ച് വലിച്ചു കീറണം. ഇതൊരു വൃത്തികെട്ടവള. കണ്ടിട്ട് സങ്കടം വന്നു. പാവം അമ്മച്ചിനൊക്കെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ ദൈവമേ? അതല്ലെന്ന് ഭർത്താവിനെ ഉപദ്രവിക്കും. ചട്ടകത്തിനൊക്കെ ക്ലീറ്റോൻ അങ്ങ് വിട്ടുകൊടുത്താലോ? പോണ്ടേ നമുക്ക് അമ്മായിയുടെ അടുത്ത്? ഇതപ്പൊ കുറച്ചും കൂടെ എന്താന്നൊക്കെ അറിയാൻ പറ്റും. അവിടെ ആരെ വിളിച്ചൊക്കെ അമ്മായി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെന്നോക്കെ എന്താന്നുള്ള അറിയണമല്ലോ. പക്ഷെ എനിക്കുണ്ടല്ലോ, പോണ വഴിക്ക് ബാങ്കിലും ഒന്ന് കയറണം. ബാങ്കിലാ? ബാങ്ക് എത്ര മണി വരെ ഉള്ളത്? ബാങ്ക് 3:30 വരെ ഉള്ളു. ഇന്നെങ്കിലും അപ്പൊ അത് അവിടെ പോണ്ടേ? നമുക്ക് 6 മണിക്ക് മീറ്റിംഗ് ഉള്ളതല്ലേ? അപ്പൊ എല്ലാം കൂടി എപ്പോഴാ ഇങ്ങനെ? കുറച്ച് താമസിച്ചു പോയാലോ? താമസിച്ചു പോയോ? ബാങ്കിൽ പൈസ അടയ്ക്കാൻ പറ്റില്ല എനിക്ക്. അല്ല, ഇവിടുന്ന് അപ്പൊ അമ്മായിയുടെ അടുത്ത് ചെന്നിട്ടല്ലേ? അപ്പൊ അമ്മായിയുടെ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് ഇറങ്ങി ബാങ്കിൽ പൈസ അടച്ചിട്ട് മീറ്റിംഗിൽ പോയിട്ട് വരാം. ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് അങ്ങ് പോവാം. അല്ല, ഊണ് അമ്മായി കരുതുമെന്ന് പറഞ്ഞ്. ആണോ? അവിടെ പോയി കഴിക്കാന്ന്. വിശക്കുമ്പോ ബാങ്കിൽ പോയിട്ട് വരുമ്പോഴത്തേനും. അതല്ല, നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി അമ്മായിയുടെ അടുത്ത് പോകാം. അമ്മായിയുടെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഫുഡും കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് ബാങ്കിൽ പോയി പൈസ അടച്ചിട്ട് നേരെ മീറ്റിങ്ങിന് പോവാം. അതുപോലെ മീറ്റിംഗ് 6 മണിക്കല്ലേ? റൊണാൾഡോ നമ്മുടെ കൂടെ ഇങ്ങനെ തിരിച്ചു വരും എന്ന് പറയണ്ടായി. അങ്ങനെ ചെയ്യാം. എന്നാലും ഇത് കുറെ അതിക്രമായി പോയി ദൈവമേ. നമ്മുടെ അമ്മമാരൊക്കെ ഭാഗ്യം ചെയ്തവരല്ലോ. നമ്മള് പൊന്നു പോലെയല്ലേ നമ്മുടെ അമ്മമാര്. അതുപോലെ ഇത്രയും പ്രായമുള്ളവര് നമ്മളൊന്ന് ഇറക്കി പിടിക്കെങ്കിലും ചെയ്യൂ ചേച്ചി. ഇന്ന് റെഡിയാ, എഴുന്നേക്ക് പോവാം. ആ ചേച്ചി, പിന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ സുലു ചേച്ചിയുടെ മോള് കുറച്ചു നാൾക്ക് മുമ്പ് ഒളിച്ചോടി പോയില്ലായിരുന്ന? ആ കൊച്ചു തിരിച്ചു വന്നെന്ന്. എപ്പോഴാണെന്ന് പറയത്തില്ല, ഒരാഴ്ച എങ്ങാണ്ടായി സംഭവം. അതാണ് സുലു ചേച്ചി നമുക്ക് മുഖം തരാതെ വെട്ടിച്ച് നടക്കുന്നത്. അതോ അച്ചർക്കൻ എന്തോ കള്ളുകൂടിയൊക്കെ ആയിരുന്നെന്ന്. ഈ കൊച്ചു ഇറങ്ങിപ്പോയതല്ലേ, കുറെ നാളൊക്കെ സഹിച്ച്. പിന്നെ എങ്ങാണ്ട് വഴി വെച്ച് അമ്മേനെ എങ്ങാണ്ട് കണ്ടപ്പോഴത്തേക്ക് ഈ കൊച്ചു കരഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോന്നു. അപ്പൊ അമ്മ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന മോൾ അവിടെ സഹിച്ച് നിക്കണ്ടെന്ന് പറഞ്ഞു. തള്ളമാരുടെ സത്യം ചേച്ചി. അങ്ങനെ ആ കൊച്ചു തിരിച്ചു പോന്നു. കുഴപ്പമൊന്നുമില്ല. അവൻ എന്നിട്ട് 2-3 പ്രാവശ്യം വന്നെന്ന് വിളിക്കാനൊക്കെ. അപ്പൊ ഈ കൊച്ചു തീർത്ത് പറഞ്ഞ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും ആ ബുദ്ധി കാണിച്ചല്ലോ എന്റെ പൊന്നെ. ഒരു ദിവസം നമ്മൾ അവനെ കണ്ടില്ലേ ചേച്ചി? നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിന് നമ്മൾ കണ്ടില്ലേ? ഒരു കഞ്ചൻ ലുക്കുള്ള ചെറുക്കൻ. കുടിച്ചിട്ടുണ്ടായിരുന്നു. അവനെ കാണുമ്പോഴറിയാവുന്ന ഒരു ഫ്രോഡ്. എന്ത് നോക്കണേന്നാവോ അറിയത്തില്ല. നമ്മളൊക്കെ ഇങ്ങനെയുള്ളവന്മാരൊക്കെ പുറകെ നോക്കുക അങ്ങനെ ചെയ്യുമായിരുന്ന ചേച്ചി. എന്തായാലും ആ കൊച്ചിനോട് തിരിച്ചറിവ് വന്നു. 1 വർഷം താമസിച്ചുള്ളൂ. ഭാഗ്യത്തിന് കുഞ്ഞുങ്ങളൊന്നും ആയി. എന്നാലും നിന്ന് ആലോചിച്ച് നോക്കി, ആ പെൺകൊച്ചിനെ കെട്ടിക്കാൻ വേണ്ടിട്ട് അവര് പൊന്നുമ്പൊരൊക്കെ എല്ലാം സ്വരുക്കൂട്ടിയൊക്കെ നേരത്താണ് ഇനി അവക്കൊരു നല്ല ജീവിതം കിട്ടും. അവരത് കൊടുക്കാനൊക്കെ ഉള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇവനാ സ്വർണ്ണമൊക്കെ ആയിട്ട് ഇവരൊന്ന് കൂടാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ കൊച്ചിനെ വഴി വെച്ച് ഈ ചേച്ചി കണ്ടത്. അപ്പോഴാണ് മതിയായത്. എന്തായാലും ഓക്കെ ആയി. ആ കൊച്ചു തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന് പഠിക്കാൻ വിടുന്നൊക്കെ പറയണം. അതാ സുധിച്ചേച്ചി 2 ചേച്ചി. അതാണ് നമ്മളെ റെഡിയാവും പെട്ടെന്ന്. ജിത്തുവിന്റെ കാര്യോ? ചിത്തു അവന് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവനത് ഞാൻ കുറെ വിളിച്ചവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അവൻ വരുന്നില്ല. അവൻ വരുന്നില്ല എന്ന്. അവന് പഠിക്കാൻ എന്തോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചപ്പാത്തി കഴിച്ചോളാന്ന്. ഇനിയിപ്പോ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു മുട്ട പൊരിച്ചൊക്കെ ഉണ്ടാക്കാൻ പറയാം. പെട്ടെന്ന് വരണേ. ഞാൻ ജസ്റ്റ് പുറത്ത് വരെ ഒന്ന് പോവാ. എനിക്കിവിടെ 2 ബോറടിക്കുന്നുണ്ട്. അല്ല, തൊട്ടപ്പുറത്തെ ഒരു പാർക്കുണ്ട്, അവിടെ പോയിരുന്ന് സമയം കളയാന്ന് വിചാരിച്ചു. ആരോ വരണ്ടവര്. ഞാൻ വിളിക്കാം. ನಮ್ಮ ಹತ್ರ ನೀವು ಜಗಳ ಮಾಡಬೇಡ, ನಮಗೂ ಗೊತ್ತಾಗುತ್ತೆ. ಅರ್ಥ ಆಯ್ತಾ? ಅರ್ಥ ಆಯ್ತಾ? ನೀ ನಮ್ಮ ಹತ್ರ ಜಗಳ ಮಾಡ ಬರ್ತಾ? ಕಟ್ ಮಾಡಿ ಹೋಗಪ್ಪ.
ಹಲೋ 60 ഉണ്ട് പോ ನೀ ಕಟ್ ಮಾಡಿ ಹೋಗಪ್ಪ ನಾನು ಓಡ್ತೀನಿ ನಿನಗೆ വീട് മാറിയോ ഇല്ലല്ലേ നീ ഏതാ വച്ചേ ഞാൻ ഈ വീട്ടിലത്തെ ഏത് വീട്ടിലെ കാണുന്നില്ല ഈ വീട് അല്ല ഓ നീയാണല്ലേ കച്ചത്തുരുമ്പ് പോലെ മുടിയുള്ള ബന്ധുക്കാരൻ ചെറുക്കുന്ന റൊണാൾഡ്ചാൻ പറഞ്ഞായിരുന്നു ഓ അത് നീയായിരുന്നു റൊണാൾഡോ ബ്രോന്റെ ആരാണ് റൊണാൾഡിന്റെ അമ്മയാണ് കണ്ട പറയത്തില്ല പറയും ഇപ്പൊ മനസ്സിലായി അതിരിക്കട്ടെ ഈ മുടിയും കൊണ്ട് നീ എങ്ങനെയാടാ നടക്കുന്നേ കുളിച്ചാ വെള്ളം താഴൂ നിന്റെ അച്ഛനും അമ്മയൊക്കെ അത് വെട്ടിക്കളയാൻ പറയത്തില്ലേ എത്തിരി മുടിയത് അമ്മച്ചി സീനാണല്ല എടാ സീനല്ലടാ വെറോണക്കാ ഞാൻ അതിരിക്കട്ടെ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങോട്ട് പോയി അടച്ചു പൂട്ടിയിട്ടിട്ട് എങ്ങോട്ട് പോയി അറിയില്ല എടി ലില്ലിയേ ഹലോ പറയടി ലില്ലിയേ ഇത് പൂട്ടി കിടക്കൂല എടാ കൊച്ചേ നീ തുറക്കടാ തള്ളിയാ തുറന്നോളൂ ഓ ഇതൊക്കെ വലിച്ചു കയറ്റി ഇട്ടിട്ട് എങ്ങോട്ട് പോയി തള്ളിക്കൊണ്ട് മനുഷ്യന്റെ ചങ്ക് പറയാനായിട്ട് എന്താ പറയാനാന്ന് പറ അമ്മച്ചി തങ്കക്കോടം ഇതോടാ നീ എന്നോട് മിണ്ടണ്ട ഞാൻ നിനക്ക് ഫോൺ വിളിച്ചിട്ട് നീ എടുത്തോ അത് പിന്നെ ഫോൺ വന്നപ്പോ ഞാൻ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അത് കഴിച്ചിട്ട് ദഹിച്ചിട്ട് വിളിക്കാന്ന് കരുതുക അല്ലേ കുഞ്ഞമ്മച്ചി നീ മിണ്ടണ്ട നിനക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തോടി വേണ്ടേ പിന്നെ നമ്മൾ ഇന്നലെ കൂടെ സംസാരിച്ചല്ലേ ഇന്നലെ സംസാരിച്ചപ്പോ നീ ഫോൺ കട്ട് ചെയ്തിട്ട് പോയതില്ലയോ അതപ്പോ എണ്ണ ഇറങ്ങാൻ നിക്കുവായിരുന്നു ഒരു ഏട്ടൻ ആർക്കും ഇല്ലാത്തോലെ അവ അമേരിക്കയിലോ ഗൾഫിലോ വല്ലോ ഇല്ലേ ഇല്ല സ്റ്റേഷൻ വരെ പാരില്ലേ കലിപ്പടയോ അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല ഒരു ഭർത്താവാണെങ്കിൽ അങ്ങനെ തിരിഞ്ഞും തിരുവഴി തന്നെ നോക്കത്തില്ല ഒരു ഉത്തരവാദിത്വം ഞാൻ പറയുന്നത് കേൾക്കത്തില്ല ഒരു മരുമോളുള്ളതാണെങ്കിൽ എന്റെ മേളിൽ അങ്ങ് പോരാ ഒരു ചർക്ക ഉള്ളതാ ഇവിടെ വന്ന് ബിരിയാണി കഴിച്ച് ഇവിടെ കിടക്കുക മാസങ്ങൾ അതിലൂടെ നീ അങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇവിടുത്തെ തിരക്കും കാര്യവും അതൊക്കെ എന്ത് തിരക്ക് നിനക്ക് 3 6 തിരക്കേറ്റണം അല്ലാതെ എന്ത് തിരക്ക് നിനക്ക് തിരക്ക് കനക എപ്പ പരിപാടി വരും അവൻ വരട്ടെ എനിക്ക് അവനോട് കുറച്ച് കാര്യം പറയാനുണ്ട് അവൻ്റെ കൂടെ പറയാനുള്ളോ എനിക്ക് വരുമ്പോ സംസാരിക്കാം അമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അങ്ങോട്ട് വരണോ? ജിത്തുമോന്റെ മുറി നമുക്ക് അപ്പുറത്ത് പോയി കിടക്കാം ഏത് എറ്റ് അവന്റെ കാര്യം എന്റെ അടുത്ത് മിണ്ടല്ലേ എടാ ഞാൻ ഇവിടെ വന്നപ്പോ മോനെ ഈ കഥ തുറന്നു തരാൻ പറഞ്ഞപ്പോ മേപ്പോട്ടൊരു ഒറ്റ ഓട്ടം വാണം വിടുന്ന പോലെ അല്ല അമ്മച്ചി എടാ എടി അല്ലേ ഇപ്പോഴുള്ള പിള്ളേരൊന്നും പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല ചെറുക്കനെ കണ്ടപ്പോഴേ എനിക്ക് ജ്ഞാനസമയല്ല അല്ല തർക്കം അമ്മച്ചി ഇവിടെ തന്നെ കിടന്നു രാത്രിയല്ലേ സാരമില്ല നീ ഔദാര്യം ഒന്നും വേണ്ട കുഞ്ഞെ നിനക്ക് ഞാനിവിടെ കിടക്കുന്നത് നിനക്കൊക്കെ ബുദ്ധിമുട്ടാന്നറിയാം ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം മാസങ്ങളായാലും ഇവിടെ വന്നിട്ട് ആര് തിരക്കുന്നെ ഞാൻ പോവാ വേണ്ട കുഞ്ഞമ്മച്ചി ഇവിടെ തന്നെ കിടന്നോ വേണ്ടാടി വേണ്ട ഞാൻ ഒന്ന് തല അയക്കുമ്പോ നിനക്കൊക്കെ കിത്തുണ്ട് ഒരിടത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല ഞാൻ താഴെ കട പോയി കിടത്തോളാം നിന്നെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ആരാ കിടന്നത് എന്റെ വിധി നീ ഇവിടെ കിടന്നോ നീ ഇവിടെ കിടന്നോളെ കിടക്കാവോ അയ്യോ കിടന്നു എന്റെ ദൈവം ഇനി എന്തൊക്കെ നടക്കുവോ എന്ത് വിധി ഇത് വല്ലാത്ത ചതീത് ഓ എന്റെ അമ്മേ എന്തൊരു ചൂട് ആ അമ്മച്ചി കമ്മച്ചി എടി ഞാൻ വന്നിട്ട് ഇത്രയും നേരം ഇനി അങ്ങോട്ട് വന്നോടി കയറി വേളി ഞാൻ ഉടുപ്പ് മാറുമായിരുന്നു ഉടുപ്പ് മാറിയത് അതിനെ കൂടെ അങ്ങ് തെളിയാന്നാ മാറാനായിട്ട് നിന്റെ ഭർത്താവ് സാമൂഹ്യ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വന്നോ അവന്റെ കൂടെ വരും കനകന്റെ കൂടെ ഇനി രണ്ടും കൂടെ ഒട്ടിയും കൂടെ വരും ഇങ്ങോട്ട് അവല്ലാതെ വരത്തില്ല അതിരിക്കട്ടെ എനിക്കിവിടെ കിടക്കാനങ്ങനെ വല്ല സ്ഥലമുണ്ടോ മേലോട്ട് എന്നപ്പോൾ ആ കാപ്പുരി മുടിക്കാരെ അവിടെ കിടക്കുന്നു എവിടെ ചെന്നാലും എനിക്ക് പോകണ്ടല്ലേ തല അയക്കവരടുത്ത് ഒരു സ്ഥലമില്ല അമ്മച്ചിക്ക് എന്റെ മുറി കിടക്കാലോ അമ്മച്ചി നിന്റെ മുറി അങ്ങ് കൊടുക്കാൻ അവളേല് ഇവിടെ വന്ന് ജോലിയില്ല കൂലിയില്ലാതെ കിടക്കുന്നു എന്റെ മുറി അതങ്ങനെ അവന്റെ പെണ്ണുമ്പിള്ളയ്ക്ക് അവ അവിടെ ചെല്ലായിരിക്കുന്നില്ലേ നല്ലത് തോന്നിയത് പോലൊക്കെ നടക്കാലോ അതിന് കൂട്ടിയിരിക്കുന്ന അവരപ്പനും അമ്മ ഞാൻ ബാഗ് ഉണ്ടാക്കുന്നു എനിക്ക് എടുത്തോണ്ട് വരയ്ക്ക് കൊണ്ടുവെക്കാൻ അറിയാം എനിക്ക് കൊച്ചേ ഇച്ചിരി ചൂടുവെള്ളം കിട്ടുമോ കുടിക്കാനാണോ കുളിക്കാനാണോ പാരത്രിക്ക് എന്റെ ഭാര്യയ്ക്കൊന്നും കേൾക്കല് കേട്ടോ തൊണ്ടയാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോവാ നീ ഉണ്ടാക്കി ഞാൻ റൂമിലോട്ട് പെട്ടി വെക്കാം അമ്മച്ചി നീ ഉണ്ടാക്കി വെച്ച് കേട്ടോ വാങ്ങിട്ടോ സുല്ലു എന്നെ നോക്കി ദഹിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല റോസ്മേരി അമ്മച്ചിട്ട് അവിടെ ഭയങ്കര അടി ചൂടുവെള്ളം എന്നവർക്ക് കിട്ടും കുറെ കിട്ടും
അമ്മച്ചി മാറി കിടക്കുന്നത് ഞാൻ. ഒരുമാതിരി ചെകുത്താനും കടലിലും ഇടയ്ക്ക് വന്നപ്പോ അവിടെ തിമിംഗലം എന്ന് പറഞ്ഞ പോലെ എന്റെ അവസ്ഥ. തിമിംഗലം കൊച്ചപ്പച്ചനായിരിക്കും അല്ലേ? ഞാൻ എന്റെ തല വെച്ച വഴിക്ക് പോകും. ഞാൻ അതേ തീരുമാനം കണ്ടിട്ടുള്ളൂ. എന്നെ ഇന്നലെ വന്നപ്പോ തന്നെ കുറെ ചീത്ത പറഞ്ഞടാ. ആ ജിത്തുനെ എന്തൊക്കെ പറഞ്ഞു? ആണോ? ആ ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോൾ മനഃപൂർവ്വം വിളിച്ചാൽ ബാക്കിയുള്ളവരെ കൂടെ വിളിച്ചുണർത്തൂലേ. പക്ഷെ അന്ന് ഈ റോസ്മേരി പോകുമ്പോ ഒരു മര്യാദക്കാരിയായിട്ടൊക്കെ അല്ലേ പോയത്, പിന്നെന്ത് പറ്റിയത്? എന്ത് മര്യാദ? ഇനി എത്ര മര്യാദക്കാരായിട്ട് എന്നാലും അമ്മച്ച കണ്ടാ പോരാളിയായിട്ട് മാറും. അതൊക്കെ പറയടാ. ഏട്ടനെ കാണണോന്ന് പറഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയോ സംസാരിച്ച് എന്തോ തീരുമാനം എടുക്കണോന്ന്. ആണോ? നേരിട്ട് സംസാരിക്കാൻ എന്ത് സംസാരിക്കാനായിരിക്കും എന്തോ, ആർക്കറിയാം. അവിടെ അയ്യോ ഓക്കെ വഴി അടഞ്ഞ് കേറി അങ്ങ് നിപ്പാ. ആ പടം ആരെയും വീതി കൊണ്ട് എന്തോ അമ്മച്ചത്? കുഞ്ഞമ്മച്ചി, ഞാനേ ഇന്നലെ വന്നപ്പോ ഒരുപാട് ലേറ്റായി, അതുകൊണ്ടാ കുഞ്ഞമ്മച്ചി വിളിക്കാത്ത. നന്നായി വിളിക്കാഞ്ഞത്. അല്ല കുഞ്ഞമ്മച്ചി, ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. എന്നിട്ട് എന്താ ഇരുന്നിടത്ത് നിന്നിക്കാൻ പറ്റിയില്ലേ? എടാ ഇത്രയും നേരം എനിക്കൊരു ഗ്ലാസ് ചായ തരാൻ ഇവിടെ ആരും ഇല്ലേ? ചായ പെണ്ണിന് തീരെ പിടിക്കുന്നില്ലടാ. ഞാനൊരു ഗ്ലാസ് ചായ കഴിച്ചപ്പോഴത്തേനും. ആ മോനെ, നിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനത് ലില്ലി അടുത്തും പറഞ്ഞു. മോനെ, ഈ സീനിയർ സിറ്റിസൺ ആക്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു എന്തോ ഒരു കുതിരാണ്ടം ഉണ്ടല്ലോ നമ്മളൊക്കെ. ആ അത് വെച്ച് കളക്ടറിന് ഒരു പരാതി കൊടുത്താലേ നമ്മൾ എഴുതി കൊടുത്ത ആധാരം മരവിപ്പിക്കുകയും ഈ മരുമക്കളെയും ഭർത്താവിനെയൊക്കെ ഇറക്കി വിടുകയും ചെയ്യത്തില്ലേ? ഇല്ലേ? തള്ളക്ക് ചെലവനും തരണ്ടേ? ഞാനന്ന് ആ വഴിക്കൊന്ന് നീങ്ങാൻ പോവാ. എന്നോട് നിക്കണം മോനെ. നീ എന്നോട് നിൽക്കുവോ? ചായ കുടിച്ചു കുടിക്കോ? മനുഷ്യ കിടന്ന് ടെൻഷൻ അടിക്കുവോ? നോക്കാനും കാണാനും ഒന്നും ആരുമില്ല. എല്ലാം മാറും, ഈ ചായ കുടിച്ചു കഴിയുമ്പോൾ വിഷമങ്ങൾ മാറും. എടി എണ്ണേ, ഈ നാട്ടിലെ പശുക്കളെല്ലാം ചത്തുപോയോ? മധുരവും ഇല്ല, തേലും ഇല്ല, ഒരു ഓട്ട ചായ കുടിക്കണ്ട. അതാണ് മര്യാദ. അതാണ് എന്തെങ്കിലും ഒന്ന് പറയടാ കിടങ്ങാ. അല്ല വിധം മാറ്റരുത്, അറിഞ്ഞൂടാ നിനക്ക്. അത് പോട്ടെ മോനെ, ഈ മോട്ടോർ ആക്ട് എന്നും പറഞ്ഞോണ്ട് എന്തോ ഒരു സംഗതി ഉണ്ടല്ലേ, അതെന്തുവാടാ അത്? എന്താ വണ്ടിക്ക് പറ്റിയ? അല്ല, നീ മിണ്ടാരി ചേർക്കാം. റിവേഴ്സ് മോർഗേജ്. റിവേഴ്സ് മോട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തുവാടാ ഉണ്ട്. അത് നമ്മുടെ ഈ വസ്തുക്കളെ നമ്മുടെ പര്യടത്തിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട് ബാങ്കിൽ വെക്കുമ്പോ ബാങ്ക് നമുക്ക് മരുന്നിന് മേടിക്കാനും അല്ല നമുക്ക് ലിക്വിഡ് ക്യാഷ് ആയിട്ടൊക്കെ മാസം വെച്ചാലും തരൂ. എന്നാ ഇനി ആ വഴിക്കാൻ കാണാൻ നീങ്ങണം വന്ന് നീങ്ങി നോക്കൂ. ഇങ്ങനെ ആരും നോക്കാതും കാണില്ല. പട്ടിണി കിടന്ന് ചാവ ആരെയും കൊണ്ട് കഴിയും? ഞാനില്ല അമ്മച്ചി. നീ എന്നെ നോക്കുന്നതിന്റെ എല്ലാം നിന്റെ ദേഹത്ത് കാണാനുണ്ട്. എവിടെങ്ങനെ കടന്നാ അവിടെ കടക്കും ബിരിയാണിയും കഴിച്ചോണ്ട്. കുഞ്ഞമ്മച്ചി, ഇതൊക്കെ ഇപ്പൊ ചെയ്യേണ്ട കാര്യമുണ്ടാ? എടി കൊച്ചേ, നിനക്കറിയത്തില്ല അവിടെ എന്തൊക്കെ നടന്നെന്നുള്ളത്. ഒരു ചെറുക്കമുള്ളത് ഇവിടെ വന്ന് കിടക്കുവോ? ആ തന്തേ മരുമോളോട് എന്റെ പുറത്തങ്ങ് കേറുവാടി കൊച്ചേ. എന്റെ കോലം കണ്ടിട്ടടി കൊച്ചേ നിനക്ക് മനസ്സിലായി? പിന്നെ നല്ലപോലെ മനസ്സിലായി. നാലൊരു ഭാഗമായി. അതെ അതെ, അവക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായോടാ? എനിക്ക് നേരത്തെ മനസ്സിലായി കുഞ്ഞമ്മച്ചി. മനസ്സിലായി. വയറ് കത്തുന്ന വല്ലതും കഴിക്കാൻ കിട്ടുമോ എന്തോ. ഇനി അത് ഓട്ട ചായ ഉണ്ടാക്കി വെച്ചോണ്ട് അവൾ ഇരിക്കും അവിടെ. അച്ചപ്പി, ഇങ്ങനൊക്കെ നിയമങ്ങളുണ്ടോ? ഇങ്ങനെ മാത്രമല്ല, മാതാപിതാക്കളെ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട്. അത് ഈ തള്ള ഇതൊക്കെ അവിടെ പോയി പഠിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, ഒരാവശ്യമല്ലേ, അത് പഠിച്ചിട്ടുണ്ടാവും. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോയി തിരിഞ്ഞു നോക്കണം. നീ ഇല്ല എല്ലാം കൈവിട്ട് പോവും. നീ അനുഭവിക്കണേ റോസ്മേരി, നീ അനുഭവിക്കണം. നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എൻ്റെ മണ്ട കുതിര കയറുന്നാൽ അമ്മച്ചിയുടെ മണ്ട കയറല്ലത്. ഇപ്പം എന്തായി? ആ കൂടി കൊടുക്കാൻ പറക്കി ഇറങ്ങാൻ തയ്യാറായിക്കോ. കേസിന് കളക്ടർക്ക് പരാതി, എന്തോ റിവേഴ്സ് മോട്ടറോ വാട്ടർ ഹീറ്ററോ എന്താണ്ടൊക്കെ പറഞ്ഞ് പരാതി കൊടുക്കാൻ പോവുക. മാസത്തിൽ പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പോലീസുകാർ വന്ന് ഇറക്കും. പിന്നെ എൻ്റെ തന്തയുണ്ടല്ലോ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു തര്, ആ ബീഡിയും പടുക്കയൊക്കെ പറക്കി വല്ല കടത്തിൻ്റെ ബാങ്കിൻ്റെ വരാതെ നോക്കി വെച്ചോളാം, അവിടെ കിടന്ന് വലിക്കായി. അവർ രണ്ടും കൽപ്പിച്ച. എനിക്കറിയത്തില്ല അവിടെ ചെല്ലുന്നു. നീ 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 വിളിക്കടാ, ഞാൻ വിളിക്കടാ, പിന്നെ വിളിക്കടാ, നീ വിളിക്കടാ. അമ്മച്ചി, എന്താടാ നിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്തോ കൃഷി ചെയ്യണം, വല്ലതും കഴിക്കണം. യാതൊരു പണിക്കും പോവാതെ ചടഞ്ഞ് ഇങ്ങനെ കുത്തിയങ്ങിരുന്നോണം. നിനക്ക് നാണമാനം ഇല്ലല്ലോടാ എന്തിന് ഇങ്ങനെ ജീവിക്കാൻ? നോക്ക്, എന്നോടുള്ള സ്നേഹം കൊണ്ടാ അവര് നിന്നെ ഒന്നും പറയാത്തത്. അത് നീ മുതലെടുക്കുക അല്ലേ? അല്ല, ഞാൻ പണിക്കൊക്കെ പോകുന്നുണ്ട് അമ്മച്ചി. പണിക്ക് പോകുന്നുണ്ട്. അത് പോട്ട്, എൻ്റെ മരുന്നൊക്കെ വെച്ചേക്കുന്ന ബാഗ് ആ ചക്കൻ്റെ പുറമേ ഇരിക്കുക. എന്തോടാ ചക്കൻ്റെ പേര്? ജിത്തുമോൻ. ജിത്തുമോൻ. ആ ബാഗിന് എടുത്തോണ്ടോ? അല്ല,
അവൻ എഴുന്നേറ്റ് കാണത്തില്ല, ഇച്ചി കഴിയും എഴുന്നേക്കെ. മണി 9 ആയാലും എന്നിട്ട് ചക്ക എഴുന്നേറ്റില്ലേ? താമസിച്ചേ കിടക്കത്തുള്ളൂ, താമസിച്ചേ എഴുന്നേക്കത്തുള്ളൂ. എന്ത് ചത്തു കിടക്കുവന്ന്? അല്ല, അവൻ അങ്ങനെ അവന്റെ ശീലം അതാ. ഓഹോ, അത് പിന്നെ എടുക്കാം. പിന്നെ എടുത്താക്കത്തില്ല, ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ. അയ്യോ, എന്റെ കാലെല്ലാം വേദന എടുക്കുന്നത്. എടാ ജിത്തുവേ, ജിത്തു, ഇതുപോലെ ഒരു അമ്മച്ച വേറെ ആർക്കും കൊടുക്കല്ലേ കർത്താവേ. ನೀವು ಏನು ಹೇಳ್ಬೇಡ, ನಮ್ಗೆಲ್ಲ ಗೊತ್ತಾಗುತ್ತೆ. ನೀವು ಅಲ್ಲಿ ಹೋಗಬೇಕು. ಮತ್ತೆ ನೀನು ಜಾಸ್ತಿ ಮಾತಾಡಬೇಡಪ್ಪ. ನಿಮ್ಗೆ ಸೀನಿಯರ್ ಸಿಟಿಸನ್ ಆಕ್ಟ್ ಗೊತ್ತಾಗತ್ತಾ? മോട്ടോർ റിവേഴ്സ് ഗേജ് ಗೊತ್ತಾಗತ್ತಾ? കാണിച്ചു തരാടി, കാണിച്ചു തരാം. തീരുമാനത്തെട്ടു കാണിച്ചു തരാം നിനക്ക്. നീ സമാനപ്പെട്ട അവിടെ ഇരിക്കേ. എൻ്റെ അടുത്താ നിന്റെയൊക്കെ കളി. അവളെ ഞാൻ കൊല്ലും. ഇന്നത്തെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ അവളെ? ഇനി വേണ്ട. എടാ ഞാൻ പറയട്ടെ, അച്ഛമ്മ ഒന്നും പറയണ്ട, ഒരു കാര്യങ്ങളും പറയണ്ട. ഇത് എത്ര നാളായി വഴക്കം ഉണ്ടാക്കി തുടങ്ങിയിട്ട്? എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ? വെട്ടി ഞാൻ കൊല്ലും അവളെ. ഞാൻ പറഞ്ഞതേ നമുക്ക് അവിടെ പോയി സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അവളെ. അവിടെ ചെന്ന് വല്ല കയ്യെങ്ങാനും പൊക്കിയപ്പോ കേസ് എടുക്കും. പണ്ടത്തെ പോലെ ഞാനിനി എന്ത് കേസ് മേടിക്കണം? എത്ര നാളുണ്ട്? പണ്ടത്തെ പോലാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കിട്ടുന്ന പൈസക്കകത്ത് ഞാൻ അയച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ ഞാൻ പറഞ്ഞ എന്താ കേട്ടാ? നീ പൈസ അയച്ചു കൊടുക്കുന്നു? പിന്നെ പൈസ അയച്ചു കൊടുക്കത്തില്ലേ? റോസ് ചേച്ചിനെ കൊല്ലുമെന്ന് പറഞ്ഞോണ്ട് പോവാണ്. റോസ് ചേച്ചി ആണെങ്കിൽ ഭയങ്കര കരച്ചിലും പിടിച്ചിലും. അതെ ഞാൻ പറയണത് കുഞ്ഞമ്മച്ചി, ഞാൻ പറയണത് നമുക്ക് അവിടെ പോയി എല്ലാവരും ഇരുന്ന് ഒന്ന് സമാധാനമായിട്ട് ചർച്ച ചെയ്യാം. ഇതിനകത്ത് ചർച്ച കൊണ്ട് ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ അന്വേഷിച്ചു കൊടുക്കുന്നവള് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന പിള്ളേരുടെ ആരും ആലോചിക്കണ്ടേ? പിള്ളേരെ ഞാൻ നോക്കും. ഞാൻ ഇപ്പൊ ചെലവിന് കൊടുക്കുന്ന പിള്ളേരെ ഞാൻ നോക്കും. അല്ലെ പിള്ളേരെ കൊണ്ട് ഞാൻ സമാധാനമായിട്ട് ഒരു സമാധാനം ഞാൻ പോകും. ഈ സമയം കുറച്ചേരം കഴിയുമ്പോ എല്ലാം നോർമൽ ആവും. കുറച്ചേരം സമാധാനം ഇരിക്കേ. ഈ എടുപിടി എന്നുള്ള തീരുമാനം എടുക്കരുത്, ആവശ്യമില്ല. അത് ഡൈവോഴ്സ് അല്ല അവളെ കൊല്ലും. എന്നിട്ട് ഞാനും അമ്മച്ചിയുടെ അവിടെ സന്തോഷമായിട്ട് ഇരിക്കും. അയ്യോ, ഡിവോഴ്സ് ഒന്നും ചെയ്യണ്ട. അവള് മര്യാദക്ക് ജീവിച്ചാ മതി. വേണ്ട, അവളെ പറഞ്ഞു വിട്ട് ഞാനും അമ്മച്ചിയുടെ അവിടെ പോയി ജീവിക്കും. അമ്മച്ചിക്ക് സന്തോഷമായോ? എടാ, എന്നാലും നീ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ട. പോട്ടെ. ഞാനേ വേണ്ട, ആരും വേണ്ട. വെട്ടിക്കൊന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോൺ ചെയ്യും. എന്റെ ദൈവം, എനിക്ക് ഇവിടെ വലിച്ചു പിടിച്ച് വേണ്ട, അവിടെ ഇന്നോ തള്ളിട്ടോ. എന്തെങ്കിലും പറഞ്ഞ ബാഗ് കൊടുത്തോണ്ട് പോന്നത്. എന്ത് നോക്കണത്? ഞാൻ ഒരു റെസിപ്റ്റ് വെച്ചിരുന്നു, അപ്പൊ അത് ഇതിനകത്തുണ്ട്. നീ കുഞ്ഞുമച്ചി കഴിക്കാൻ വല്ലതും കൊടുത്തോ? എന്താ കഴിക്കാൻ കൊടുത്തോന്ന്? ഞാൻ എന്താ പട്ടിണിക്ക് ഇടുവാണ് ഇവിടെ? ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഒരു കുറ്റി പൊട്ടും ഒരു പാത്രം കടലക്കറിയും കഴിച്ചിട്ടുണ്ട്. അത് തന്നെ കുറ്റവും കുറവും പറഞ്ഞു. മിണ്ടാതിരിക്കണ എന്ത്? അയ്യോ, ഇതുവരെ നീ 1 കിലോടാ. കുഞ്ഞുമച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്. എനിക്കിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, അതല്ലേ? നിങ്ങൾ പാർട്ടിയുടെ മീറ്റിംഗ് കഴിയുമ്പോഴത്തേനും അവരെ രണ്ടുപേരും കൂടി തമ്മിത്തല്ലി ചാകും. ഇന്നലെ ചെറുക്കൻ ഭയങ്കര വഴക്കും മടക്കുമായിരുന്നു. അവളെ പിടിച്ച് അടിച്ചു ഇടിച്ചെന്നൊക്കെ പറഞ്ഞു കേട്ടത്. കുഞ്ഞുമച്ചിക്ക് സന്തോഷമായല്ലോ. എടാ, നീ എന്തോടെ അങ്ങനെ പറയുന്നത്? ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. ഞാൻ രാത്രിയായിട്ടാ പോവാഞ്ഞത്. ചെറുക്കൻ എനിക്കൊരു വെളിവത്തിനുമില്ല. അത്തിരി ഇറക്കുന്നത് എന്തെങ്കിലും ഒരു തള്ള പറഞ്ഞ തള്ളിക്കൊണ്ടങ്ങ് പോയി അങ്ങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സമാധാനമായിട്ട് അവിടെ പോയിട്ട് ഒന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞത്. ഒന്ന് പോയി ഓട്ടം വിളിച്ചോണ്ട് വാടാ. ഞാൻ നോക്കാം. ഇനി കിടന്ന് വെള്ളം വെച്ചിട്ട് കാര്യമുണ്ടോ? ഒന്ന് എളുപ്പം നട വച്ചേ. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ എനിക്ക്. പോട്ടെ മക്കളെ. അതെ, ഞാൻ കൊടുത്തു, കുഴപ്പമില്ല. കൊറോണ വിളിച്ചാ ഗൂഗിൾ പേ നമ്പർ പറഞ്ഞു കൊടുത്താ കേട്ടോ. അമ്മേ, കൊടുങ്കാറ്റ് അടിച്ചു കഴിഞ്ഞതുപോലെ. പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോ നീ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞാ? അവിടെ ചെന്ന അവിടെ ബ്ലോക്ക് ആക്കാനുള്ള പദ്ധതി ഞാൻ അവിടെ ആസൂത്രണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിക്കൂടെ ആരെന്ന് പോകും. ഒളിവിലല്ലോ അത്. കുഞ്ഞമ്മച്ചിയാണ്. നിന്റെ അമ്മച്ചിയാണ്, അത് മറക്കണ്ട. നിന്നെ വിറ്റ കാശ് അവരേലുണ്ട്. പോയോട്ടോ. കുഞ്ഞമ്മച്ചി വയ്ക്കോ, നേരത്തെ തന്ന ചില്ലറ ഉണ്ടല്ലോ. വയ്ക്കോ. എടാ, ഇത് എൻ്റെ ഒരു അടവല്ലായിരുന്നു.
അവൻ അവിടെ പോയി പെൺപിള്ള അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെടാ. അതിനില്ല ഞാൻ ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് ആക്ഷൻ കാണിച്ചേ. അവൻ അവിടെ പോയി ജീവിക്കട്ടെ. എത്ര അല്ലേ അവൻ ഇവിടെ വന്ന് കിടക്കുന്നത്? അവിടെ പോയി ജീവിക്കട്ടെ. അവൻ അടിക്കത്തും പിടിക്കത്തൊന്നും ഇല്ല പെൺപിള്ളേ. അവൻ ചുമ്മാ പറയുന്നത്. അവൻ്റെ ഈ ചാട്ടയുള്ള പൊട്ടനല്ലേ അവൻ. എടാ ഞാനിപ്പോൾ പോയപ്പോഴാണ് ഒന്ന് ആലോചിച്ച് 2 ദിവസം നിങ്ങൾ ഇവിടെ ഒക്കെ വന്ന് ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ച് 2 ദിവസം നിന്നിട്ടേ പോന്നോളൂ. പിന്നെ അവനിനി ഈ പടി ചവിട്ടിയ അവൻ്റെ മണ്ടയ്ക്കാൻ ചുടുകട്ട എടുത്ത് അടിക്കും. വാക്കളെ എല്ലിമോൾ വാ. ഇച്ചിരി ചിക്കൻ വന്നോട്ടേക്ക് ഓർഡർ ചെയ്യടി. വാ കയറി വാ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിന്റെ അമ്മച്ചി അവര് നിന്നെ വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്. വിട്ടോ.